പ്രിയ സുഹൃത്തുക്കളെ, PSC മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 6 നടക്കാൻ പോകുന്ന UPSCയുടെ സിലബസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് UPSCയുടെ സിലബസ്. ആദ്യമായിട്ടുള്ളത് കേരള ചരിത്രം. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, പ്രധാനമായിട്ടുള്ളത് പഴശ്ശി വിപ്ലവം, പിന്നെ വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം. ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചിട്ടാണ് കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതുകൊണ്ട് നമ്മൾ പഠിക്കണം. പിന്നെയുള്ളത് കേരള നവോത്ഥാനം. കേരള നവോത്ഥാനത്തിൽ വരുന്നത് എപ്പോഴും ചോദിക്കുന്ന നവോത്ഥാന നായകന്മാർ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, കുമാര ഗുരുദേവൻ. അതുകൊണ്ട് ഇത്രയും നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പിന്നെയുള്ളത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ തിരുവിതാംകൂർ, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം. ഇത് ശരിക്കും ഈ ഭാഗം ടെക്സ്റ്റ് ബുക്ക് വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കും കൂടി കവർ ചെയ്തായിരിക്കും ആ ഭാഗങ്ങൾ എടുക്കുക. കൊച്ചി ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജപ്രജ മണ്ഡലം. ഇപ്പോൾ ഈ കൊച്ചി ഇലക്ട്രിസിറ്റി സമരം നമുക്ക് ഓരോ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് അടുത്ത കാലത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ കൊച്ചി ഇലക്ട്രിസിറ്റി സമരവും കൊച്ചി രാജപ്രജ മണ്ഡലവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് അതും പ്രധാനമായിട്ടും പഠിക്കുക. പിന്നെയുള്ളത് മലബാർ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം. അങ്ങനെയാണെങ്കിൽ കേരള ചരിത്രം ഏകദേശം കവറായി. മൊത്തത്തിലൊന്നുമില്ല, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെയുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യം തന്നെ ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. പിന്നെയുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മളത് ടെക്സ്റ്റ് ബുക്ക് കാര്യമായിട്ട് പഠിച്ചാൽ മതി. പിന്നെയുള്ളത് ലോകചരിത്രം. ലോകചരിത്രത്തിൽ നദീതട സംസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. പിന്നെ ഭൂമിശാസ്ത്രം എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന. പിന്നെ സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നത് ബാങ്കുകൾ, അതുപോലെ റിസർവ് ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, പിന്നെ ബാങ്കുകളുടെ ദേശസാൽക്കരണം. പിന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല റാങ്ക് ഫയലും കൂടി കവർ ചെയ്താൽ മാത്രമേ ഇതിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പിന്നെ ഉള്ളത് സമൂഹശാസ്ത്രമാണ്, കുടുംബ സമൂഹീകരണം. ഈ 2 ടോപ്പിക്കും വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റാണ്. അതുകൊണ്ട് ആ പാഠം ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ എടുത്തു തരുന്നതായിരിക്കും. പിന്നെ എല്ലാ ടോപ്പിക്കിനും താഴെ കറണ്ട് അഫെയർസ് റിലവൻറ്റ് ടു ദിസ് ടോപ്പിക് എന്നുണ്ട്. അതായത് കറണ്ട് അഫെയർസ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മാസത്തെയും കറണ്ട് അഫെയർസ്, പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് എഴുതി തന്നെ പഠിക്കണം. പിന്നെ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൽ വരുന്നത് അളവുകളും യൂണിറ്റുകളും, ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശവിസരണം, പ്രകാശമലിനീകരണം, ഊർജ പരിപാലനം. രസതന്ത്രം, രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം. അങ്ങനെ കുറേ ടോപ്പിക്കുകൾ ഏതിലുമുണ്ട്, രസതന്ത്രത്തിലുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബയോളജി, കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതകശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം. ഈ ഫിസിക്സ്, കെമിസ്ട്രി,
അതുപോലെ തന്നെ ബയോളജി നമ്മൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് മാത്രം കവർ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്ക് മാത്രം കവർ ചെയ്യുമ്പോൾ തന്നെ ഇതിലെ ഫുൾ മാർക്ക് ഇതിന് 3നും കൂടി വരുന്നത്, ഇതിന് രസതന്ത്രത്തിന് 7 മാർക്ക്, അതുപോലെ ജീവശാസ്ത്രത്തിന് 6 മാർക്ക്, നമ്മുടെ ഫിസിക്സിന് 7 മാർക്ക്. ഈ ടോപ്പിക്ക് ഈ ടോപ്പിക്കെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ തരുന്നതായിരിക്കും. പിന്നെയുള്ളത് നമ്മുടെ മാത്സ് നന്നായി ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങളുടെ ടൈം ടേബിളിൻ്റെ കൂടെ ഒരു ടോപ്പിക്കെങ്കിലും മാത്സ് ഉണ്ടാവണം. അതായത് മാത്സിൽ എല്ലാ ദിവസവും മാത്സ് വർക്കൗട്ട് ചെയ്യണം. ഒരു പ്രോബ്ലം ഒരു ദിവസവും വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കരുത്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സിലബസ് എടുത്തിട്ട് ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക. സിലബസിൽ ഓരോ ടോപ്പിക്കായി കവർ ചെയ്യുക. മാത്സിന് കഴിഞ്ഞ പ്രാവശ്യം 10 മാർക്കായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം 15 മാർക്കുണ്ട്. അതുകൊണ്ട് മാത്സ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാത്സ് പഠിക്കാൻ വേണ്ടി പറ്റൂ. മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ SCERT ടെക്സ്റ്റിൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ നമ്മുടെ സൈക്കോളജി അറിയാം. സൈക്കോളജി പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, വ്യക്തിത്വം, വികാസതലങ്ങൾ, വികാസതത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സന്മാർഗിക വികാസം, പാരമ്പര്യവും പര്യാവരണവും, അഭിക്ഷമതാ പരീക്ഷകൾ, അഭിപ്രേരണ, സമായോജന ക്രിയാതന്ത്രങ്ങൾ, എപ്പോഴും എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠനതന്ത്രങ്ങൾ, പഠന വൈകല്യം, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി, സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇങ്ങനെ വിവിധ ടോപ്പിക്കുകളാണ് സൈക്കോളജിയിൽ വരുന്നത്. സൈക്കോളജി മാർക്ക് 20 അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമ്മൾ ഏത് പഠിക്കണം? സൈക്കോളജി പഠിക്കണം. സൈക്കോളജി മലയാളത്തിലാണ്. അതുകൊണ്ട് BEdന് പഠിച്ച എല്ലാ കൂട്ടുകാരും മലയാളത്തിലെ വാക്കുകൾ എടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെയുള്ള ജനറൽ ഇംഗ്ലീഷിനും പണ്ടത്തെ പോലെയല്ല, ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ ABC അങ്ങനെ 3 പാർട്ടുണ്ട്. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, ഗ്രാമർ, അതുപോലെ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഈ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഞാൻ ഇതിലെ ഓരോ ടോപ്പിക്കും ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ നോക്കുക. ഗ്രാമർ പോർഷൻസ് കുറച്ചിട്ടുണ്ട്. ഇതിലുള്ള ഗ്രാമർ പോർഷൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഈ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്കും നോക്കുക. പിന്നെ ഉള്ളത് മലയാളത്തിൽ പിന്നെ സാഹിത്യപരം, ഭാഷാപരം, ബോധനശാസ്ത്രപരം. മലയാളത്തിന് 10 മാർക്കാണ്. മലയാളത്തിൽ വ്യാകരണം ചെറിയ തോതിൽ വരുന്നുണ്ട്. 10ാം തരം നിലവാരം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മലയാളം പഠിച്ചെടുക്കുക. വാക്യശുദ്ധി, പദശുദ്ധി, ലിംഗം, വചനം, അതൊക്കെ മലയാളം വെറുതെ വായിച്ചാൽ പോരാ, പദശുദ്ധിയൊക്കെ എഴുതി തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇതാണ് LP UPയുടെ സിലബസ്. ഈ സിലബസ് 2 മാസം കൊണ്ട് എക്സാമിന് 2 മാസം നന്നായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് നല്ല റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി പറ്റും. ഈ ചാനലിലൂടെ ഞാൻ മാക്സിമം ടോപ്പിക്കും കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഇപ്രാവശ്യത്തെ UPSA നേടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.